ഷേപ്പ് ഫോർച്യൂണർ ആയാലോ അത് 17,20,000 രൂപയ്ക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോർച്യൂണർ നമ്മുടെ സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റിയുള്ള വാഹനം, അതും നിങ്ങൾക്ക് 17,20,000 രൂപയ്ക്ക് വിത്ത് NOCയിൽ ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. വണ്ടിയുടെ കൂടുതൽ അതായത് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോ. അതും ലോവസ്റ്റ് പ്രൈസ്, അതായത് അത്രയും പ്രൈസിൽ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു വാഹനമാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. വണ്ടിയുടെ ഷേപ്പ് കാണുമ്പോൾ തന്നെ അതായത് ന്യൂ ഷേപ്പിൽ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്, ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. സൈഡ് ഗ്ലാസ് അതേപോലെ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നമുക്ക് ഓരോ ഡോറും നമുക്ക് പരിശോധിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പേസിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് റബ്ബർ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ പൊടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനിൽ, അതായത് പാർട്ടിയുടെ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് വന്നിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ വാഷ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, യൂസ് ചെയ്യുന്ന കണ്ടീഷൻ തന്നെയാണ്. പിന്നെ ഈ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറിജിനലാണ് വരുന്നത്. ഡോറ് പേസിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ഔട്ട് സൈഡ് ആയിക്കോട്ടെ കമ്പനിയിൽ നിന്നായിക്കോട്ടെ എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബ്രേക്ക് ലൈറ്റിൽ ചെറിയൊരു സ്ക്രാച്ച്, അതായത് ചെറിയൊരു പൊട്ടൽ വന്നിട്ട് അവരതൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, അതായത് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫോർച്യൂണറിൻ്റെ ലോഗോയും അതേപോലെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതായത് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് റിമോട്ടിൽ തന്നെ ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വിച്ചിൽ തന്നെ ഓപ്പൺ ആക്കാൻ പറ്റും. ഈ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. പേസ്റ്റിങ് പഞ്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ഇതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതായത് സ്റ്റോക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ് വരുന്നത്. ഇനി നമുക്ക് അത് സ്വിച്ചിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ, ഇല്ലെങ്കിൽ റിമോട്ടിൽ തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക് ഫോൾഡിങ്, അതായത് ഓപ്പണും ക്ലോസും ആകുന്നതാണ്. എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് വരുന്നത്. ഓരോ ഗ്ലാസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഡോറ് കാര്യങ്ങളൊക്കെ ജെന്യുവൻ ആണ് വരുന്നത്. പിന്നെ ഡോർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളൊന്നുമില്ല. മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ട്, ജസ്റ്റ് അവർ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വണ്ടി എടുത്ത് കഴിയുമ്പോൾ ഒരു റബ്ബിങ് പോളിഷിങ് ചെയ്താൽ നമുക്കത് ഇതായി കിട്ടും. എന്ന് വെച്ചാൽ അവർ വണ്ടിക്ക് റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. മൈന്യൂട്ട് സ്ക്രാച്ചസ് പോലും വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല വണ്ടിക്ക്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേസ്റ്റിങ് അതേപോലെ തന്നെ പഞ്ചിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. റബ്ബറോ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു കാണിക്കാൻ പറ്റും. അതായത് ഒരു സൈഡ് മാത്രമല്ല കേട്ടോ, വണ്ടിയുടെ എല്ലാ വശങ്ങളും പൂർണ്ണമായിട്ട് കാണിച്ചു തരാൻ പറ്റും. വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് കൺഫേം ആയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടിയാണ്. കണ്ടോ, യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്, നല്ല ടൈറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇത് പൊടിയാണ്, അതായത് വാഷ് ചെയ്യാത്തതിൻ്റെ പൊടി മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ജസ്റ്റ് കയ്യിലെടുക്കാൻ പറ്റുന്ന പൊടി. അത് നമ്മളെ നാട്ടിൽ വരുമ്പം ഇത്ര പൊടിയോ കാര്യങ്ങളോ ഇതില്ല. ഇവിടെ നിന്ന് ചില പൊല്യൂഷന്, അന്തരീക്ഷത്തിലെ പൊടി, അതുകൊണ്ടാണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത് ഒറിജിനലാണ് വരുന്നത്, ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് അതായത് ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി മെയിനായിട്ട് നമ്മൾ എൻജിൻ റൂം നിങ്ങൾ ഓപ്പൺ ആക്കി കാണിക്കാം. അത് കഴിയുമ്പോൾ നിങ്ങളെ ഇൻറ്റീരിയർ ഭാഗം കൂടെ കാണിക്കാം. ഇൻറ്റീരിയറിൽ അഡീഷണൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എക്സ്ട്രാ 1.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ ബോണറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല, പെർഫെക്റ്റ് ആണ് ഇരിക്കുന്നത്. ഡാമേജസോ കാര്യങ്ങളോ ഇതുവരെ, അതായത് ബോണറ്റിന് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് 2016 മോഡലാണ് വരുന്നത്. 11 മാസമാണ്, അതായത് 2017 തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. പട്ടി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. വരുന്ന സമയത്ത് ആപ്രോൺ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതായത് വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിൽ എങ്ങനെയാണോ അതേപോലെ കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. യാതൊരു തരത്തിലുള്ള മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാതെ ജെന്യുവൻ ആയിട്ടുള്ള വണ്ടി.
അപ്പം ഇനി നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഇന്റീരിയർ ഭാഗമാണ്. പിന്നെ അതേപോലെ തന്നെ വണ്ടിക്ക് 360 ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടി 360 ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓൺ ആക്കുന്ന സമയത്ത്. ഇതേക്ക് വരുമ്പം ഇത് എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്ന നല്ല ലക്ഷറി സെഗ്മെൻറ്റിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്ന ഫാബ്രിക്കാണ് ആഡ് ചെയ്തേക്കുന്നത്. അത് സോഫ്റ്റ് ആണ്. അതേപോലെ സീറ്റിലിരിക്കുമ്പോൾ നല്ല കംഫർട്ട് കാര്യങ്ങളാണ്. പിന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കളറ് കാര്യങ്ങളൊക്കെയാണ്. നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് ബാക്കിലായിക്കോട്ടെ ഫ്രണ്ടിലായിക്കോട്ടെ ഇരിക്കുമ്പോൾ നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നതാണ്. 8 പേർക്ക് സുഖസുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. ഈ ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് 75%, 80% ടയേഴ്സ്, അതായത് എല്ലാ ടയേഴ്സും നമുക്ക് കാണാൻ പറ്റും. അതും ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയേഴ്സാണ്. പിന്നെ വണ്ടി ഓവറോൾ നമ്മൾ മൊത്തം കാണിച്ചു. അതായത് വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതും 17,20,000 രൂപയ്ക്കാണ് ഈ വണ്ടി നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് അത്ര ലോവസ്റ്റ് പ്രൈസിൽ നമ്മൾ വണ്ടി കൊണ്ടുവയ്ക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയുകയാണ്. ഇത് 2016 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2016 11 മാസം. ഇപ്പോൾ വണ്ടി സെക്കൻഡ് ഓണറിലാണ്, ഫാമിലി ട്രാൻസ്ഫറിലാണ് വണ്ടി നിലവിൽ കിടക്കുന്നത്. കിലോമീറ്റർ ഓടിയേക്കുന്ന 1,80,000 കിലോമീറ്ററാണ്. വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളുണ്ട്. വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ചോദിക്കുന്ന പ്രൈസ് അല്ല, എന്താണെന്ന് വെച്ചാൽ ഫൈനൽ തന്നെ പറയാം, 17,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം വിത്ത് NOCയിൽ ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാം. ഫുൾ മാർക്കറ്റ്, അതായത് മൊത്തത്തിലുള്ള മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മേടിച്ചു. അത്ര ലോവസ്റ്റ് പ്രൈസിലാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഈ വാഹനം കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കുക. അതായത് സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തേക്കണം. പിന്നെ 360 ഡിഗ്രി ക്യാമറ, അതായത് എല്ലാം ഓവറോൾ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് 360 ക്യാമറ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഹൈ ക്വാളിറ്റിയുള്ള, പിന്നെ ടയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ടയേഴ്സ്, ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ തന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. നല്ലൊരു വാഹനമാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതുവരെ നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അത് ജോയിൻ ആകാൻ പറ്റും. ഈ ഒരു വാഹനം കിട്ടിയെങ്കിൽ ഇതേപോലത്തുള്ള സെഗ്മെൻറ്റിലുള്ള നല്ല നല്ല വാഹനങ്ങൾ, നല്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം ഞങ്ങൾ ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.